പുതിയ CNG വാഹനം എടുക്കുമ്പോഴും വരാൻ സാധ്യതയുള്ളൊരു പണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. പുള്ളിംഗ്ലെസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി ഞാനിവിടെ വ്യക്തമാക്കി തരാം. അത് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം 900 രൂപയ്ക്ക് നമുക്ക് 300 കിലോമീറ്റർ ഓടാൻ സാധിച്ചാൽ, അതായത് ഒരു കാറിൽ 900 രൂപയ്ക്ക് അടിച്ചിട്ട് 300 കിലോമീറ്റർ ഓടാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം CNGയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ നോർമൽ ഒരു പെട്രോൾ വാഹനത്തിനെ CNG വാഹനത്തിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം CNG എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ചീപ്പറാണ്, ഫ്യൂവൽ എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അതായത് നോർമൽ ഒരു പെട്രോൾ വാഹനത്തിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ്, അല്ലെങ്കിൽ നോർമൽ വാഹനങ്ങൾക്കെല്ലാം ഒരു ഏകദേശം ഒരു 14, 15 അല്ലെങ്കിൽ ഒരു 16, ചില വാഹനങ്ങൾക്ക് 20 അങ്ങനെയൊക്കെ കിട്ടുന്ന വാഹനങ്ങളുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് CNG ആക്കുകയാണെങ്കിൽ CNGയുടെ പ്രൈസും കമ്പാരിറ്റീവ്ലി കുറവാണ്, മൈലേജ് നമുക്ക് ഏകദേശം ഒരു 30 കിലോമീറ്റർ വരെയൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന വാഹനം, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വാഹനം CNGയിലോട്ട് കൺവേർട്ട് ചെയ്താലോ? അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അതായത് ഭാവിയിൽ മുമ്പോട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ? ഇപ്പം നമുക്കൊരു CNG വാഹനം മേടിക്കുകയാണെങ്കിൽ, അതായത് ഒരു പുതിയ CNG വാഹനം മേടിക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടാക്കുമല്ലോ. അതായത് അങ്ങനെ മേടിക്കുന്നതാണോ നല്ല, അതോ നമ്മുടെ ഇരിക്കുന്ന ഒരു വാഹനത്തിനെ CNGയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണോ നല്ല? നമുക്കറിയാം നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50,000 ഒക്കെ ആണെന്ന് തോന്നുന്നു, നോട്ട് ഷുവർ. പക്ഷേ ആ ഒരു റേഞ്ചിനകത്ത് നമുക്കൊരു വാഹനത്തിന്, അതായത് നമ്മുടെ ഇരിക്കുന്ന ഒരു നോർമൽ പെട്രോൾ വാഹനത്തിനെ CNG വാഹനത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ട്, ഏത് വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരമായിരിക്കും. ഞാൻ ഏതായാലും അങ്ങനെ കൺവേർട്ട് ചെയ്ത 2-3 പേരോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു സജഷനാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കുറച്ച് ഫീഡ്ബാക്കാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ വിലയിരുത്തണം. പിന്നെ CNG വാഹനത്തിൻ്റെ സർവീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കംപ്ലയിൻസും കൂടെ ഞാൻ ഏതായാലും ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഏതായാലും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ശരിക്കും നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫ്യൂവൽ പ്രൈസസ് നമുക്കറിയാം. പെട്രോൾ വാഹനത്തിൻ്റെ, അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് നമ്മൾ മുടിയും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പെട്രോളിന് അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നതാണ്. ഫ്യൂവൽ എഫിഷ്യൻസി ആ കൊടുക്കുന്ന പ്രൈസിൻ്റെ നമുക്ക് കിട്ടാതെ വരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവലൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂടെ എത്തനോൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പഴയ ഒരു രീതി അല്ല എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ചുകൂടെയൊക്കെ ഒരു പവർ കുറയുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ശ്രുതി നമ്മൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്നുള്ളത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അത് നമുക്ക് വിടാം. നമ്മൾ CNGയിലോട്ടാണ് വരുന്നത്. CNGയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നമ്മളത് ഔട്ട്സൈഡിൽ നിന്ന്, അതായത് ഒരു എക്സ്റ്റേണൽ രീതിക്ക് നമ്മൾ CNG ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് നാളത്തേക്ക് കുഴപ്പം കാണത്തില്ല, അതിനുശേഷം തൊട്ട് പിന്നെയും പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്താണ് ശരിക്കും പ്രശ്നം? അതായത് CNG പുതിയതായിട്ട് ഫിറ്റ് ചെയ്തൊരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ ആദ്യം പറയുന്നൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം നല്ല രീതിക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. കാരണം എല്ലാവരും നോക്കുന്നൊരു കാര്യം ഫ്യൂവൽ എഫിഷ്യൻസി തന്നെയാണ്. ഫ്യൂവൽ എഫിഷ്യൻസി നല്ല രീതിക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല രീതിക്ക്, അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 30 കിലോമീറ്റർ കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കിലോ ഫ്യൂവലിന് ഏകദേശം 84 രൂപ സംതിങ് കണ്ടാണ് റേറ്റ് വരുന്നത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫർ ചെയ്യും. ഓക്കെ, ഒരു 84 കൂട്ടിക്കോളൂ. 84 റുപ്പീസിന് നമ്മൾ 1 കിലോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 30 കിലോമീറ്റർ ഓടാൻ സാധിച്ചാൽ വൻ ലാഭമാണ് ആ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 30 വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് 300 കിലോമീറ്റർ ഓടണമെങ്കിൽ നമുക്കൊരു 840 അല്ലെങ്കിൽ ഒരു 900 രൂപയ്ക്ക് 300 കിലോമീറ്റർ ഓടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കാരണം ഇവിടെ 1000 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഓടുന്നത് കഷ്ടിയാന്ന് പറയുന്ന പോലെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വൻ ലാഭമാണ് കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം 900 രൂപയ്ക്ക് നമുക്ക് 300 കിലോമീറ്റർ ഓടാൻ സാധിച്ചാൽ, അതായത് ഒരു കാറിൽ 900 രൂപയ്ക്ക് അടിച്ചിട്ട് 300 കിലോമീറ്റർ ഓടാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭാവിയിൽ, അതായത് ഫിറ്റഡ് CNGസിൽ വരുന്ന ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ശരിക്കുമുള്ള സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളെല്ലാം ശരിക്കും കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. സ്പാർക്ക് പ്ലഗ് ആണെങ്കിലും വാഹനത്തിൻ്റെ കൂളിംഗ് സിസ്റ്റം ആണെങ്കിലും, കാരണം പെട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വരുന്നൊരു ഹീറ്റും CNG എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്നൊരു ഹീറ്റും രണ്ടും രണ്ടാണ്. CNGക്ക് കുറച്ച് ഹീറ്റ് കൂടുതലാണ്. അതായത് CNG പുറപ്പെടുപ്പിക്കുന്ന, അല്ലെങ്കിൽ CNG ആ വാഹനത്തിൻ്റെ എഞ്ചിനിൽ ഉണ്ടാക്കുന്ന ഹീറ്റ് കുറച്ച് കൂടുതലാണ്. ആ ഒരു ഹീറ്റിനെ കളയാൻ, അല്ലെങ്കിൽ ആ ഒരു ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ആ വാഹനത്തിൻ്റെ എഞ്ചിനിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റ് കൂടുതലായിട്ട് സ്പാർക്ക് പ്ലഗ് പോവും, വാട്ടർ പമ്പിനൊക്കെ പ്രശ്നം വരും, റേഡിയേറ്ററിൻ്റെ വർക്കിങ്ങിന് പ്രശ്നം വരും, റേഡിയേറ്റർ ഫാനിന് പ്രോബ്ലം വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പിലോട്ട് വരും. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. ചിലപ്പോൾ ഒരു 10-20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 10-30,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു കംപ്ലയിൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു
കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും എൻ്റെ ഒരു സജഷനാണ്, പേഴ്സണൽ സജഷനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വാഹനം ഓട്ടമുള്ളൊരു വാഹനമാണ്, ഓട്ടം കൂടുതലുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വാഹനം കൊടുക്കുക. അതായത് സെയിൽ ചെയ്തിട്ട് CNG ഫിറ്റഡ്, അതായത് ഇൻബിൽറ്റ് CNG വരുന്ന വാഹനം എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു വാഹനം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന CNGക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് CNGയും പെട്രോളും ഈ രണ്ടും കമ്പൈൻ ചെയ്തായിരിക്കും ആ വാഹനം ഓടുന്നത്. ആ രീതിക്ക്, അതായത് ഇതിൻ്റെ ഓവർ ഹീറ്റിങ്ങോ പ്രശ്നങ്ങളോ ഒന്നും വരാത്ത രീതിയിലും ആ എൻജിൻ ലൈഫ് കൂടുതൽ കിട്ടുന്ന ഒരു രീതിക്കാണ് ആ വാഹനം കൺസ്ട്രക്ട് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് കഴിവതും നമ്മൾ വാഹനം മേടിക്കുമ്പോൾ CNG എന്നുള്ളൊരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ CNG വാഹനം തന്നെ മേടിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു പെട്രോൾ വാഹനം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പെട്രോളിൽ മാത്രം ഓടാൻ വേണ്ടിയിട്ടാണ്. അതിലാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് CNG ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ CNG ഫിറ്റ് ചെയ്തതിനകത്ത് ഈ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ്, ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ അവിടെ സേവ് ചെയ്തു എന്ന് വിചാരിക്കുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് സർവീസിലേക്ക്, അല്ലെങ്കിൽ ഏത് നേരം സർവീസ് സെൻറ്ററിൽ കൊണ്ട് ഇങ്ങനെ പണിത് നടക്കാൻ ഒരു ആവശ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരികയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനുവേണ്ടി നിൽക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ CNG വാഹനം മതി എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ CNG വാഹനം എടുക്കുക. പുതിയ CNG വാഹനം എടുക്കുമ്പോഴും വരാൻ സാധ്യതയുള്ളൊരു പണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. CNG വാഹനം പുള്ളിംഗ് ലെസ് ഉണ്ടാകുന്നുള്ളൂ. ഒത്തിരി പേർക്കെങ്കിലും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പുതിയ CNG യൂസ് ചെയ്യുന്നുണ്ട്, പുള്ളിംഗ് ലെസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി ഞാനിവിടെ വ്യക്തമാക്കി തരാം. CNG വാഹനത്തിന് പുള്ളിംഗ് ലെസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. 2 ഫിൽറ്റേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. അതായത് 2 CNG ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഈ 2 CNG ഫിൽറ്റേഴ്സ് മാറിയിട്ടുണ്ടെന്നുള്ളത് കൺഫേം ആക്കുക. കാരണം CNG ഫിൽറ്റേഴ്സ് പല സ്ഥലത്തും ഷോർട്ടാണ് വരുന്നത്, അവർ മിക്കവാറും മാറി വിടാറില്ല. അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന 2 ഫിൽറ്റേഴ്സ് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ പുള്ളിംഗ് ലെസ് എന്ന് പറയുന്നൊരു കംപ്ലയിൻറ്റ് വന്നിരിക്കും. ഒരുപാട് സ്ഥലത്ത് ഈ ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് ഇത് പറയുന്നത്. CNG ഫിൽറ്റേഴ്സ് മാറി വിടുക. കൃത്യമായിട്ട് 2, 4, 6, 20,000, 40,000, 60,000 ഈ ഒരു കിലോമീറ്റർ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് മാറി വിട്ടോണം. ഓട്ടം കുറവാണെങ്കിൽ 2 വർഷം, 4 വർഷം, 6 വർഷം ഇങ്ങനെ കൃത്യമായിട്ട് അത് മാറി വിട്ടോണം. മാറി വിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, CNG ഫ്യൂവലിനകത്ത് ചെറിയ രീതിക്കെങ്കിലും ഓയിലിൻ്റെ ഒക്കെ പ്രസൻസ് നമുക്കറിയാം. CNG എന്ന് പറഞ്ഞ ഒരു ഡ്രൈ ഗ്യാസ് ആണ്, പക്ഷേ അതിനകത്ത് ഓയിലിൻ്റെ അംശം വരാൻ സാധ്യതയില്ല. പക്ഷേ ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്നൊക്കെ അങ്ങനെ വന്നിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഏതെങ്കിലും രീതിക്ക് ഇതിനകത്ത് ഓയിൽ കണ്ടൻറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫിൽറ്ററിൽ കയറി ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഫിൽറ്റേഴ്സ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞൊരു പ്രശ്നം കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം മറക്കരുത്. ഉറപ്പായിട്ടും ഈ പറഞ്ഞൊരു കാര്യം മനസ്സിൽ വെച്ചോണം. ഇനി CNG വാഹനം, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം CNGയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചോണം. നമ്മുടെ വാഹനത്തിന് പിന്നെ പണി കൂടത്തേ ഉള്ളൂ. ഒരു കാരണവശാലും പണി കുറയോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ലാഭം ഉണ്ടാക്കാമെന്നുള്ളൊരു ചിന്ത വെച്ചുകൊണ്ട് ഇത് ചെയ്യരുത്. നഷ്ടം തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം ആ കിട്ടുന്ന ലാഭം നമ്മൾ സർവീസിൽ കൊണ്ട് കളയേണ്ടി വരും. അതായത് വാഹനത്തിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കിട്ടുന്നൊരു ലാഭം അവിടെ കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ജെന്യുവനായിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു പുതിയ CNG വാഹനം എടുക്കുക. ഇന്ന കമ്പനി എന്നൊന്നും ഞാൻ പറയത്തില്ല. ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ കമ്പനിയുടെ CNG വാഹനം എടുക്കുക. സർവീസൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുമോ എന്നുള്ളത് കൺഫേം ചെയ്യുക. ആ വാഹനം, ഏത് വാഹനമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു റിവ്യൂ ഒന്ന് നോക്കുക. റിവ്യൂ ഞാൻ ഉദ്ദേശിച്ച പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ അല്ല, യൂസർ റിവ്യൂ കിട്ടുകയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം പുതിയ വാഹനം ആരും ഓടിച്ചാലും പറയും വാവ് അടിപൊളിയാണെന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇത് കുറച്ച് നാൾ ഓടിക്കഴിഞ്ഞ് അന്നേരം കിട്ടുന്നൊരു റിവ്യൂവിലാണ് കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം മറക്കാതെ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഒരു വാഹനം എടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുക. എൻ്റെ സജഷൻ ഞാൻ പറയുന്നു, ഒരു കാരണവശാലും നിങ്ങളുടെ ഇരിക്കുന്ന ഒരു വാഹനത്തിൽ CNG ഫിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് പണി വരുന്ന വഴി എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയത്തില്ല. അത് ഉറപ്പായിട്ടും പണി കിട്ടുന്നതായിരിക്കും.